ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു കുട്ടീസ് ബാഗും ഒരു പൗച്ചുമാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ അളവ് നോക്കാം. നീളം 12 ഇഞ്ചാണ്, വീതി 7 ഇഞ്ചാണ്. ശേഷം ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട്. മിഡിൽ ഭാഗത്ത് ഞാൻ ഷോപ്പിംഗ് കവറിൻ്റെ ഒരു പീസാണ് വെച്ചിട്ടുള്ളത്. ഫോം ഷീറ്റ് ഉണ്ടെങ്കിൽ അതും വയ്ക്കാം നമുക്ക്. ശേഷം ഒരു 1 ഇഞ്ച് വിട്ട് നമുക്ക് ഇടയ്ക്ക് ഓരോ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു പോക്കറ്റും കൂടി വച്ച് കൊടുത്തിട്ടുണ്ട്. പോക്കറ്റിന് വീതി 5 ഇഞ്ചാണ്, നീളം 3.5 ഇഞ്ചാണ്. ആ 3 സൈഡും ഒന്ന് മടക്കി അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മുകളിൽ നിന്ന് 1 ഇഞ്ച് വിട്ട് പോക്കറ്റ് വെച്ചാൽ മതി. അപ്പോൾ ഞാൻ 1.5 ഇഞ്ചാണ് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് സ്ട്രാപ്പിൻ്റെ നീളം നോക്കാം. അപ്പം ഞാൻ 9 ഇഞ്ചാണ് സ്ട്രാപ്പ് വെച്ചിട്ടുള്ളത്. നീളം 9 ഇഞ്ചാണ്. അപ്പോൾ സൈഡിൽ നിന്ന് സെൻറ്ററിലോട്ട് 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടാണ് സ്ട്രാപ്പ് വെച്ചിട്ടുള്ളത്. ഇനി നമ്മൾക്ക് സിബ് വെക്കാം. തുണിയുടെ നല്ല വശവും സിബിൻ്റെ നല്ല വശവും കൂടി ചേർത്ത് വെച്ചിട്ട് ഒന്ന് തയ്ച്ചു കൊടുക്കുക. ശേഷം അത് ഓപ്പോസിറ്റ് സൈഡിലോട്ടാക്കിയിട്ട് നമുക്ക് ടോപ്പ് സ്റ്റിച്ചും കൊടുക്കണം. അപ്പോൾ അത് അടിവശത്തേക്ക് വച്ച് കൊടുത്തിട്ട് നമുക്ക് ടോപ്പ് സ്റ്റിച്ച് ചെയ്യണം. ഇപ്പോൾ ടോപ്പ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സ്ട്രാപ്പ് മുകളിലോട്ട് വെച്ചിട്ട് വേണം, അതിലൂടെ ചേർത്ത് വേണം ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ. അപ്പോൾ 2 സൈഡിലെ അങ്ങനെ തന്നെ ചെയ്യണം. ശേഷം വള്ളി നമ്മൾ വെച്ചിരിക്കുന്നത് ഒരേ ലെവലിൽ വെച്ചിട്ട് വേണം നമുക്ക് സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ നമുക്ക് സിബ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്കിവിടെ ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം. ഇനി നമ്മൾക്ക് റണ്ണർ ഇടണം. ഇപ്പോൾ റണ്ണർ ഇട്ട് കഴിഞ്ഞു. ഇപ്പോൾ ഒരു പ്രാവശ്യം റണ്ണർ ഇട്ട് ഒരു പ്രാവശ്യം നമ്മൾക്ക് അവിടം വരെ കൊണ്ടുപോയതിന് ശേഷം കൊണ്ടുപോകണം, എന്നാലേ അത് ലോക്ക് ആവുള്ളൂ. പിന്നെ നെക്സ്റ്റ് നമ്മൾ രണ്ടാമത് ഒന്നുകൂടി റണ്ണർ ഇടണം. ഇപ്പോൾ കറക്റ്റിന് ഇരുന്നോളൂ. അപ്പോൾ സൈഡ് നമ്മൾക്ക് സിബ് സെൻറ്റർ ഭാഗത്താക്കിയിട്ട് 2 സൈഡും കൂടി ഒന്ന് ജോയിൻ ചെയ്യുക. ജോയിൻറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് പൈപ്പിംഗ് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതേ രീതിയിലാണ് പൈപ്പിംഗ് വെക്കുന്നത്. ഒരു 1/2 ഇഞ്ച് കൂടുതൽ അതിൻ്റെ ബാക്കിലോട്ട് മടക്കി വെച്ചതിന് ശേഷമാണ് ഒന്ന് അടിച്ചു കൊടുക്കുക 2 സൈഡും. ഇല്ല എങ്കിൽ സിബിന് ഇതാകുമ്പോൾ നമുക്ക് സിബും കൂടി ജോയിൻ്റ് ആവുകയും ചെയ്യും. ഇപ്പോൾ ഞാൻ സൈഡ് ഒന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് മടക്കി അടിക്കണം. അപ്പോൾ നമുക്ക് എടുക്കുമ്പോൾ ഇതേ രീതിയിലാണ് കിട്ടുന്നത്. അപ്പം നമുക്കിങ്ങനെ ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് തയ്ച്ച് കൊടുത്താൽ മതിയാകും. 2 പ്രാവശ്യം ഒന്ന് മടക്കി കൊടുത്തിട്ട് വേണം തയ്ച്ചു കൊടുക്കാൻ. ഇപ്പോൾ 2 സൈഡും തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ആ കോർണർ അടിവശത്തെ 2 കോർണറിലും ഒരു 1/2 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം അത് ജോയിൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ 1/2 ഇഞ്ചാണ്. ചെറിയ ബാഗായതുകൊണ്ട് 1/2 ഇഞ്ച് മതിയാകും. അപ്പോൾ നമ്മൾക്ക് 1/2 ഇഞ്ച് കട്ട് ചെയ്തില്ലെങ്കിലും നന്നായിട്ട് തന്നെ ഇരിക്കും.
അപ്പോൾ ഇത് കട്ട് വശം ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അവിടെയും കൂടെ പൈപ്പിങ് കൊടുക്കണം. ബ്ലൗസ് പീസിൻ്റെ ബാലൻസ് വന്നതുകൊണ്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇപ്പം നമ്മുടെ ബാഗ് റെഡിയായി കഴിഞ്ഞു. നല്ല കുഞ്ഞു ബാഗാണ്. കുട്ടികൾക്കും ഒക്കെ കൊണ്ടു നടക്കാൻ നല്ല ഭംഗിയുള്ളൊരു ബാഗാണ്. ഇനി അടുത്ത നമുക്കൊരു പൗച്ചാണ് ചെയ്യുന്നത്. ഇത് കോട്ടൺ തുണിയിലാണ് ചെയ്യുന്നത്. നീളം 10 ഇഞ്ചാണ്, വീതി 9 ഇഞ്ചാണ്. ശേഷം സിബിൻ്റെ നല്ല വശവും ക്ലോത്തിൻ്റെ നല്ല വശവും കൂടി ചേർത്ത് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ശേഷം ഒരു ടോപ്പ് സ്റ്റിച്ചും കൂടി കൊടുക്കാം നമുക്ക്. അപ്പം അടുത്ത സൈഡും നമുക്ക് സിബുമായിട്ട് ജോയിൻ ചെയ്യണം. ഇപ്പോൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കത് ഓപ്പൺ ചെയ്യാം. നമുക്ക് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ സൗകര്യം അതാണ്. ഇതേ രീതിയിൽ വെച്ചിട്ട് ടോപ്പ് സ്റ്റിച്ചും കൂടി ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾക്കതിനെ സിബ് ചേർത്ത് വെച്ചിട്ട് നമുക്ക് റണ്ണറിടാം. ഒരു പ്രാവശ്യം റണ്ണറിട്ട് അങ്ങേറ്റം വരെ കൊണ്ടുപോയതിന് ശേഷം എടുക്കുക. അപ്പോൾ നമുക്കത് ലോക്കായി കഴിഞ്ഞു. ഇനി ഒരു പ്രാവശ്യം കൂടി റണ്ണറിടണം. ശേഷം നമുക്ക് 2 സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഒന്ന് ജോയിൻ ചെയ്തതിന് ശേഷം നമുക്ക് പൈപ്പിംഗ് കൂടി കൊടുക്കണം. അപ്പോൾ 2 സൈഡും ഒന്ന് പൈപ്പിംഗ് കൂടി കൊടുക്കുക. അപ്പോൾ അതും ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല വശത്തേക്കാക്കാം. ഇപ്പം കുറച്ച് ബാലൻസ് വരുന്ന തുണികളിലൊക്കെ ഇതേപോലെ ചെയ്തു വെച്ചാൽ നമുക്ക് ഒരുപാട് ഉപകാരമാണ്. കുട്ടികൾക്കും ഇത് യൂസ് ചെയ്യാം, നമ്മൾക്കും ലേഡീസിനൊക്കെ ഇത് യൂസ് ചെയ്യാം. ഇപ്പോൾ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകാനും ഒക്കെ നല്ല സൗകര്യമാണ്. ക്രീമോ അങ്ങനെയൊക്കെയുള്ള ഇത്. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.